നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനിടെ ഒരു യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാർ ഇടിച്ചു കൊലപ്പെടുത്തി. അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. കാർ ബോണറ്റിൽ കുടുങ്ങിയ ഐവിനെ 1.5 കിലോമീറ്ററോളം അവർ വലിച്ചിഴച്ചു കൊണ്ടുപോയി. തെറിച്ചു വീണതോടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയും ചെയ്തു. സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥർ അറസ്റ്റിലാണ്. മദ്യലഹരിയിലായിരുന്നു കൊലപാതകം എന്നാണ് സൂചന. ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരുക്കാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. നെടുമ്പാശ്ശേരി തോമ്പ്ര റോഡിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണിത്. നെടുമ്പാശ്ശേരിയിൽ സ്വകാര്യ കേറ്ററിംഗ് സ്ഥാപനത്തിലെ ഷെഫായ ഐവിൻ ജിജോ രാത്രി വീട്ടിൽ നിന്ന് കാറിൽ ജോലിക്കിറങ്ങിയതായിരുന്നു. തോമ്പ്ര റോഡിലെ ഇടവഴിയിൽ എതിരെ വന്ന CISF ഉദ്യോഗസ്ഥരുടെ വാഹനം ഐവിന്റെ കാറിൽ ഉരസി. വണ്ടി നിർത്തി ഐവിൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. കാർ മുന്നോട്ടെടുക്കാൻ CISF ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് ഐവിൻ തടഞ്ഞു. ഫോണിൽ വീഡിയോ ചിത്രീകരിക്കാനും തുടങ്ങി. ഇതോടെ കാർ പെട്ടെന്ന് മുന്നോട്ടെടുത്ത ഉദ്യോഗസ്ഥർ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന ഐവിനെ ഇടറോഡിലൂടെ 1.5 കിലോമീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. നായിത്തോട് കപ്പേള റോഡിൽ കാർ ബ്രേക്കിട്ടതോടെ തെറിച്ചു വീണ ഐവിന്റെ ദേഹത്തുകൂടി കാർ കയറി. പിന്നെയും 20 മീറ്ററോളം ഐവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി. 2 മാരുതി വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, ആ തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു മുൻവൈരാഗ്യം പോലും ഇവിടെ പറഞ്ഞു കേൾക്കുന്നില്ല. യഥാർത്ഥത്തിൽ CSF ജവാന്റെ ഭടന്റെ അവരുടെ ഒരു അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിയുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഐവിൻ ജിജോ മരിച്ചിരുന്നു. CISF SI UP സ്വദേശി വിനയ്കുമാർ ദാസ്, കോൺസ്റ്റബിൾ ബീഹാർ സ്വദേശി മോഹൻകുമാർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. വിനയ്കുമാറാണ് കാർ ഓടിച്ചതെന്നാണ് വിവരം. ഇയാൾ നാട്ടുകാരുടെ കയ്യേറ്റത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഓടി രക്ഷപ്പെട്ട മോഹൻകുമാറിനെ പോലീസ് പിടികൂടി. 2 ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ്. റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർ ഇവിടുത്തെ CISFന്റെ SIയും അവിടുത്തെ ഒരു കമ്പനീന്റെ റൈറ്ററായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ CISFോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്ത് 2 ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥരെ 2 പേരെയും CISF സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സൈനികർ രാജ്യത്തിന് അപമാനമാണെന്ന് റോജി M. ജോൺ MLA. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ CISF ഉള്ള സർവീസിലുണ്ട് എന്നുള്ളത് സർവീസിന് തന്നെ നാണക്കേടാണ്, നമ്മുടെ സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. പഴുതടച്ചിട്ടുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആളുകളെ, കുറ്റക്കാരായിട്ടുള്ള ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയ്ക്ക് അപമാനമാണ്. അത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ജിജോ ജെയിംസിന്റെ മകനാണ് 24-കാരനായ ഐവിൻ ജിജോ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. UCT കൊച്ചി.